ഇതൊക്കെ മനസ്സിൽ ഒതുക്കി പിടിച്ചായിരിക്കും. എനിക്കൊന്ന് 1 വയസ്സാണ് കുഞ്ഞിന് പ്രായം അല്ലേ? എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെയും വിഭജിക്കുകയും നാട്ടിൽ കൊണ്ടുവരുമായിരുന്നു അല്ലേ അമ്മ? ഒരിക്കലും ഒരു വാക്ക് സാറേ, മീഡിയ വഴിയാണ് എൻ്റെ മോളെ കാര്യങ്ങൾ ഞാനും പൊതുജനത്തിൻ്റെ കണക്കാണ് അറിഞ്ഞത്. അവൾ എപ്പോഴും പറയുമെന്ന്, അമ്മ വിഷമിക്കുക, അമ്മയെ അറിയിക്കല്ലേ, അമ്മയെ അറിയിക്കല്ലേ, അമ്മയെ അറിയിക്കല്ലേ. അമ്മയെ ഒന്നും അറിയിച്ചില്ല. ലാസ്റ്റ് നിമിഷങ്ങളിലാണ് ഈ എപ്പോഴും ഒരു 6 മാസമായി സാറേ ഞാൻ എൻ്റെ മോളെ നല്ലപോലെ ഒരു അരമണിക്കൂർ മുഖാമുഖം കണ്ട് സംസാരിച്ചിട്ട് അഥവാ വീഡിയോ കോളിൽ വരത്തില്ല ഈയിടെയായിട്ട്. അപ്പം വീഡിയോ കോളിൽ വന്നാലും ഒരു സൈഡ് കാണിക്കും, പിറ്റേ ദിവസം പിറ്റേ സൈഡേ കാണിക്കത്തുള്ളൂ. അങ്ങനെ മുഖം മറച്ചാണ് ഈ സംസാരം. ഞാൻ ചോദിച്ചു, എന്താ മോളെ ഇത്ര തിരക്ക്? അയ്യോ അത് കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടമ്മേ, ചേച്ചി പോയി എന്ന് പറഞ്ഞു. ഇങ്ങനെ എന്തോ അവൾ മറയ്ക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് തലമുട്ടയടിച്ച ദൃശ്യങ്ങൾ, ഫോട്ടോയൊക്കെ കണ്ടു. അത് ഏത് ഘട്ടത്തിലായിരുന്നു അമ്മ? തല മുട്ടയടിച്ചത് ഞാൻ കണ്ടില്ലായിരുന്നു. എൻ്റെ 2 ആമക്കൾ, സഹോദരിയുടെ മോനും എൻ്റെ മോനും അയച്ചു കൊടുത്ത് എന്നിട്ട് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ മോഡലാണെന്ന്. അപ്പം അതിനകത്ത് പിന്നെ ഇവളെ മുടി എങ്ങാണ്ട് ഇവൻ പിടിച്ചറുത്തെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അത് മറയ്ക്കാനാണെന്ന് തോന്നുന്നു മോള് മുട്ടയടിച്ച്. ഒരിക്കലും എൻ്റെ മോള് മുടി മുറിക്കത്തില്ല. കാര്യം അവൾക്ക് മുടി അത്ര ഇഷ്ടമായിരുന്നു. അവൾ അത്ര നല്ലപോലെ കെയർ ചെയ്തുകൊണ്ടിരുന്നത്. പറഞ്ഞില്ലേ സാറേ, ആ സ്ത്രീക്ക് എൻ്റെ മോളെ വിരൂപിയായി കാണണം. മനസ്സിലായി. ആ സ്ത്രീക്ക് എൻ്റെ മോളെ വിരൂപിയായി കാണണം. പിന്നെ ഇതിനിടയ്ക്ക് അവനൊരു നാത്തൂൻ്റെ ഭർത്താവിനൊരു മെസ്സേജ് അയച്ചെന്ന് പറയുന്നത്, ചേട്ടാ എൻ്റെ ഭർത്താവിനെ ഇനി വിട്ടു തരാൻ പറ അവരോട്. ഞാനും എൻ്റെ കുഞ്ഞും ഭർത്താവുമായിട്ടൊന്ന് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. നിങ്ങളെ ജീവിതത്തിൽ ഞാൻ ഒന്നിനും വരുന്നില്ലല്ലോ ചേട്ടാ ഇടപെടാൻ. നിങ്ങൾ എന്തെല്ലാം സന്തോഷമായിട്ട് വരുന്നത്, പക്ഷേ എനിക്ക് മാത്രം എന്താ ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് അവന് ഈ സഹോദരി ഭർത്താവിന് മെസ്സേജ് അയച്ചെന്ന് പറയുന്നത്. അപ്പൊ അമ്മ ഈ കല്യാണ സമയത്ത് കൊടുത്ത സ്വർണവും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇവർ എപ്പോഴെങ്കിലും സംസാരിച്ചിരുന്നു? അത് പിന്നീട് തിരിച്ചു കിട്ടുകയോ, ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം അങ്ങനെ അവർ തിരിച്ചു തരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? ഇല്ലില്ല, അതൊന്ന് പിന്നെ കോട്ടയത്ത് ലോക്കറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവൻ്റെ ഫോട്ടോയ്ക്കകത്ത് ഇവൻ ഈ കഴിഞ്ഞ മാസവും അതിനൊരു 2 മാസത്തിന് മുമ്പ് അവൻ്റെ വല്യച്ഛൻ്റെ മോൻ്റെ കല്യാണത്തിന് വന്ന്, അതും പെങ്ങളും മോനും അവനുമായിട്ട് വന്ന്. ഇപ്പോൾ ഉത്സവം കാണാൻ വന്നപ്പോഴും പെങ്ങളും മോനും അവനുമായിട്ട് വന്ന്. അപ്പോഴൊന്നും ഇവിടെ ഒന്നും വിവഞ്ചിയെ വരുത്തുന്നില്ല. കൊണ്ടുവന്നില്ല. എന്തോ ഈ കുഞ്ഞിനെ കണ്ടിട്ട് എത്ര കാലമായിട്ടുണ്ടാവും അമ്മ? ഞാൻ 3 മാസമേ കണ്ടിട്ടുള്ളൂ. അല്ല, സെപ്റ്റംബറിൽ ചോറ് കൊടുക്കാൻ വന്ന് അന്ന് കണ്ടതാ സാറേ. പക്ഷേ ഇവർ പറയുന്നത് എന്താണെന്നറിയോ, ആൾക്കാർ ചോദിക്കുമ്പോൾ പറയും, അയ്യോ അവൾക്ക് ലീവില്ല അതുകൊണ്ടാണ് വരാത്തതെന്ന്. എന്നിട്ട് ഈ പെങ്ങൾ പ്ലാൻ ചെയ്തെന്ന് പറയുന്നത്, നമ്മളിപ്പം നാട്ടിൽ വരുമ്പം നമുക്ക് ഇറ്റലിയിലും തായ്ലാൻഡിലും ഒക്കെ പോയിട്ട് തിരിച്ചു പോയാൽ മതിയെന്ന്. അതായത് മനസ്സിലായി സംഭവം എന്താണെന്ന് മനസ്സിലായി. ഈ അച്ഛൻ്റെ ഭാഗത്തുനിന്നും, അതായത് ഭർത്താവിൻ്റെ അച്ഛൻ്റെ ഭാഗത്തുനിന്നും മോശം സ്വഭാവം ഉണ്ടായി എന്ന് വിഭജിക എഴുതി കണ്ടു. അങ്ങനെയും സൂചനയൊന്നും കിട്ടിയിരുന്നില്ല അല്ലേ? അത് പറഞ്ഞിട്ടില്ലല്ലോ സാറേ. പറഞ്ഞിരുന്നെങ്കിൽ അത് ഇവൻ്റെ വായിന്ന് എപ്പോഴും പറയാം. പിന്നെ കാറിലൊക്കെ ഇരിക്കുമ്പം പറയുമെന്ന്, അവൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല, അവൾ എന്നെ സംരക്ഷിക്കുന്നില്ലെന്ന്. സാറേ, ഒരു ദൂരസ്ഥലത്ത് നിൽക്കുന്ന കൊച്ചൊരു അമ്മായിയപ്പനെ എങ്ങനെ സംരക്ഷിക്കണമെന്നാണ് ഈ പറയുന്നത്? സാർ പറ, എങ്ങനെ സംരക്ഷിക്കണം? അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓക്കെ അമ്മ, നമ്മുടെ ഇനി ആവശ്യം കല്യാണം കഴിഞ്ഞ് 2 പ്രാവശ്യം അന്വേഷണം ഇപ്പോൾ നടക്കുന്നു, ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. ഇനി എന്താണ് അമ്മ നമുക്ക് അറിയേണ്ടതും? അതേപോലെ കുഞ്ഞിനെ വിട്ടുതരുന്ന, കുഞ്ഞിന്റെ മൃതശരീരം എത്തിക്കുന്ന കാര്യത്തിൽ ഉയർന്ന ലെവലിൽ തന്നെ അന്വേഷിക്കണം. അല്ല, എനിക്ക് ഉയർന്ന ലെവലിൽ അന്വേഷിക്കണം. ആ കൊച്ചിനെ അമ്മയെ എനിക്ക് തന്നെ വിട്ട് കിട്ടണം. ഒരു നിമിഷം പോലും സ്നേഹിക്കാത്ത അവന് ഈ കൊച്ചിനെ വിട്ടുകൊടുക്കുന്ന എന്തിനാ? അവൻ പറയുന്നത് എന്താണെന്നറിയോ? ആ കൊച്ചിനെ മേടിച്ച് മണലാരണ്യത്തിൽ കളയണമെന്ന്. അവന് സ്വന്തം വീടുള്ളവനാ. ആ വീട്ടിൽ കൊണ്ടുവന്ന് സംസ്കരിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു അന്തസ്സുണ്ടായിരുന്നു സാറേ. അപ്പോൾ അവൻ ആ കുട്ടിയോട് എന്ത് ആത്മാർത്ഥതയുണ്ട് സാർ പറ. തീർച്ചയായിട്ടും. അല്ലല്ല, അത് അമ്മ പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്. ഇവരിപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് എന്താണ് അറിയാൻ കഴിയുന്നത്? ഇവർ കുറച്ച് സമ്പന്നരാണ് എന്നാണ് അറിയുന്നത്. ഇപ്പോൾ അവർക്ക് ഈ തെളിവുകൾ തേച്ചുമായ്ച്ചേ കളയാൻ കഴിയും എന്നൊക്കെ ഭയക്കുന്നുണ്ടോ അമ്മ?
ഉണ്ട്. അവൻ്റെ എൻ്റെ അച്ഛൻ പറയുന്നത് ഞങ്ങളെ ഫ്രണ്ടിൽ താമസിക്കുന്ന കളക്ടറാണ്, അയാളെ ചേട്ടൻ്റെ മോള് എന്താണെന്ന് ജയിൽ സൂപ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. അങ്ങനെയൊക്കെ എൻ്റെ മോളിരിക്കാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കാണും. നീ ബന്ധം ഒഴിഞ്ഞ് തന്നില്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കാണും. അയാൾക്ക് എപ്പോഴും ഒരു ഓട്ടോറിക്ഷമുണ്ട്, അവരെ ആരാണ്ടൊക്കെയോ അവർ കൊണ്ടെന്ന്. എനിക്ക് ആരുമില്ല സാറേ.